വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, റിസൾട്ട് പബ്ലിഷ് ആയ റിസൾട്ട് ചെക്ക് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അസൈൻമെൻറ്റ് അപ്ഡേറ്റ് ആയോ, എങ്ങനെയാണ് അസൈൻമെൻറ്റ് മാർക്ക് കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഇത് മൊത്തം പാസ്സായോ ഇല്ലയെന്ന് എങ്ങനെ അറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ അസൈൻമെൻറ്റ് മാർക്ക് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ തിയറിയുടെ മാർക്ക് നോക്കുകയാണെങ്കിലും ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ട കാര്യം പാസിംഗ് മാർക്ക് എത്രയാണ് ഇഗ്നോർഡെന്ന് അറിയണം. അപ്പോൾ നോർമലി 35% ആണ് സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, UG പ്രോഗ്രാമൊക്കെ വരുന്നത്. 40% ആണ് PG പ്രോഗ്രാമിന് വരുന്നത്. പക്ഷേ ചില പ്രോഗ്രാമിന് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പാസിംഗ് മാർക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും അതുപോലെ MBAയുടെ ഷോർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി പാസിംഗ് മാർക്കിൻ്റെ അപ്ലോഡ് ആക്കിയതാണ്. അപ്പോൾ ആർക്കെങ്കിലും അത് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. ഡിസ്ക്രിപ്ഷനിൽ വീഡിയോയുടെ ലിങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ അസൈൻമെൻറ്റ് മാർക്ക് എങ്ങനെയാണ് അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ജൂൺ എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവുക മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലായിരിക്കും. അപ്പോൾ അസൈൻമെൻറ്റ് വെച്ചപ്പോൾ തന്നെ മാർക്ക് വരില്ല. ഓക്കെ, നിങ്ങൾ അസൈൻമെൻറ്റ് അവിടെ സബ്മിറ്റ് ചെയ്തു, അവരത് വാല്യൂ ചെയ്തിട്ട് മാർക്കും കാര്യങ്ങളൊക്കെ റീജിയൻ സെൻറ്ററിലോട്ട് അയച്ചു കൊടുത്തു. അവരത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇവിടെ അസൈൻമെൻറ്റ് സ്റ്റാറ്റസും പിന്നീട് മാർക്കും ഒക്കെ കാണുള്ളൂ. ഓക്കെ, അപ്പോൾ നോർമൽ ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു 4 മാസം തൊട്ടിട്ട് 10-11 മാസം വരെയൊക്കെ ഈ അസൈൻമെൻറ്റ് മാർക്ക് അപ്ഡേറ്റ് ആവാൻ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നോർമലാണ്. അപ്പോൾ ഇപ്പോൾ ഒരു വർഷമായിട്ടും നിങ്ങളുടെ മാർക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിലോ റീജിയൻ സെൻറ്ററിലോ ഒക്കെ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും ടൈം എടുക്കുന്നത് ഇഗ്നോയിൽ സാധാരണമാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് അസൈൻമെൻറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റിനകത്തോട്ട് വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻറോൾമെൻറ്റ് നമ്പറും പ്രോഗ്രാമും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ചില ആൾക്കാർക്ക് ഇവിടെ ഈ പ്രോഗ്രാമിൻ്റെ അവിടെ ഈ എന്താ പറയുക, അവരെടുത്തേക്കുന്ന പ്രോഗ്രാം ചിലപ്പോൾ കാണില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ MBAയിൽ MBA മാർക്കറ്റിംഗ് ഉണ്ട്, MBA ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് ഉണ്ട്. ആ സംഭവങ്ങളൊന്നും ഇവരിവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ സ്റ്റുഡൻസ് ആണ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ MBA MM അല്ലെങ്കിൽ MBA OM ഒക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്തിട്ട്, അപ്പോൾ ഞാനിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ഒരാളുടെ പ്രോഗ്രാം MBA മാർക്കറ്റിംഗ് ആണ്. പക്ഷേ അവരെ കോഡ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, MBA FM ഏതെങ്കിലും ഒരു പ്രോഗ്രാം കൊടുക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ എൻറോൾ നമ്പർ കറക്റ്റ് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്തും കറക്റ്റായിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ചെക്ക് സ്റ്റാറ്റസ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെ പറഞ്ഞിട്ട് കാണിക്കും. അതായത് MBA FMൽ ഈ എൻറോൾ നമ്പർ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ശരിയാണ്, നമ്മൾ ശരിക്കും എന്താണ് MBA മാർക്കറ്റിംഗ് ആണ്. പക്ഷേ അവിടെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓപ്ഷൻ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് അവിടെ ഓപ്ഷൻ ഉള്ളവർ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തന്നെ ഡീറ്റെയിൽസ് കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ പ്രോഗ്രാം കൂടെ അവിടെ കാണിക്കാത്തവർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കും, ഈ ഒരു എൻറോൾ നമ്പറിൽ ഈ ഒരു പ്രോഗ്രാം ഇല്ല എന്ന് പറഞ്ഞിട്ട് കാണിക്കും. പിന്നെ കൈൻഡ്ലി കോൺടാക്ട് ചെയ്ത റീജിയണൽ സെൻറ്റർ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഫ് രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ട് ബാക്ക് എന്ന് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ബാക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ വരും. ഓക്കെ, ഈ ഒരു വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, നിങ്ങളുടെ എൻറോൾ നമ്പർ കൊടുക്കുക, പ്രോഗ്രാം കോഡ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളിവിടെ കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന MBA OM അല്ലെങ്കിൽ MBA MM എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാം ഇവിടെ കറക്റ്റ് കാണുന്നതാണ് കേട്ടോ. എവിടെയത്, ഓക്കെ, ഇതാ MBA MM ഉണ്ട്, MBA OM ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ പ്രോഗ്രാം കോഡ് കാണാത്തവർക്ക് ഇങ്ങനെ ഇതിനകത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ വീണ്ടും നിങ്ങളുടെ എൻറോൾ നമ്പർ കൊടുക്കുക. ഇവിടെ ഒരു എൻ്റർ വെരിഫിക്കേഷൻ കോഡ് ഉണ്ട്, നമ്മൾ ക്യാപ്ച എന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഭവം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിവിടെ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പ്രൊഫൈലിനകത്ത് ലോഗിൻ ചെയ്യും, ഇഗ്നോയുടെ പ്രൊഫൈലിനകത്ത് ലോഗിൻ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ വന്നിട്ടുള്ളത്. അവിടെ നിങ്ങളുടെ മുകളിൽ പേരും ഡീറ്റെയിൽസും എൻറോൾ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സൈഡിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ടാവും. താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പ്രോഗ്രാം രജിസ്റ്റർ ചെയ്തേക്കുന്ന കാര്യങ്ങളുണ്ടാവും. ഇനി താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ ഇവിടെ വലത് ഭാഗത്ത് റിസൾട്ട് എന്ന് കൊടുത്ത ഓപ്ഷനിൽ ഒരു 4ാമതായിട്ട് അസൈൻമെൻറ്റ് സബ്മിഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനുണ്ട്. അപ്പോൾ അത് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലമായിട്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത എല്ലാ സംഭവം കൂടി അവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നോർമലി ഇപ്പോൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ സ്റ്റാറ്റസ് കാണാറില്ല, കുറച്ചധികം സമയം കഴിഞ്ഞിട്ടാണ് കാണാറുള്ളൂ. അപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും റിസീവ് ടു ബി പ്രോസസ്, അങ്ങനെ ഓരോ സ്റ്റെപ്പ് ഇവിടെ അങ്ങനെ പറഞ്ഞിട്ട് കാണിക്കും. അവസാന സ്റ്റേജാണ് ചെക്ക് ഗ്രേഡ് കാർഡ് സ്റ്റാറ്റസ് ഫോർ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കും.
അപ്പോൾ ഇവിടെ അസൈൻമെൻറ്റ് സ്റ്റാറ്റസ് മാത്രമേ കാണിക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് നമ്മളൊരു ഓർഡർ ചെയ്തു, ആ ഓർഡർ ചെയ്തിട്ട് നമുക്ക് എത്തുന്ന വരെയുള്ള സ്റ്റാറ്റസ് ഇങ്ങനെ കാണില്ലേ, ഷിപ്പ് ചെയ്തു, അത് ഇവിടെ എത്തി അങ്ങനെ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ അസൈൻമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾ, ചിലപ്പോൾ മാസം കഴിയണം കേട്ടോ, മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്തി, അത് പ്രോസസ്സായി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ സ്റ്റേജൂടെ കാണിക്കും. അവസാന സ്റ്റേജാണ് ചെക്ക് ഗ്രേഡ് കാർഡ് സ്റ്റാറ്റസ് ഫോർ ഡീറ്റെയിൽ. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രേഡ് കാർഡ് പോയി കഴിഞ്ഞാൽ ആ ഗ്രേഡ് കാർഡിൽ ഈ അസൈൻമെൻറ്റ് മാർക്ക് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് നോർമലി നമ്മുടെ സ്റ്റാറ്റസ് നോക്കുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ തിയറി മാർക്കിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഇനി നമ്മളിവിടെ അസൈൻമെൻറ്റ് മാർക്ക് കൂടി ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അസൈൻമെൻറ്റ് മാർക്ക് ഓൾറെഡി നമ്മൾ ആ സ്റ്റാറ്റസിൽ കണ്ടല്ലോ. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്യാനാണ് അവർ പറയുന്നത്. അപ്പോൾ ഗ്രേഡ് കാർഡ് നമുക്ക് നോക്കാം. ഗ്രേഡ് കാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിയറിയുടെ മാർക്കും അസൈൻമെൻറ്റ് മാർക്കും കൂടിയിട്ട് വന്നിട്ട് ഫൈനൽ ഗ്രേഡ് കാർഡിൽ കാണിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാം. നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ റിസൾട്ട് ഓപ്ഷൻ ഉണ്ട്, അതെടുക്കാം. അതിനകത്ത് ഇവിടെ ഉണ്ടാവും ഗ്രേഡ് കാർഡ് എന്നുള്ളത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രേഡ് കാർഡ് ചെക്ക് ചെയ്യാനുള്ള ഭാഗത്തോട്ട് വരും. അപ്പോൾ ഇതിനകത്ത് ഗ്രേഡ് കാർഡ് ഫോർ സ്റ്റാറ്റസ് ഫോർ എന്ന സെലക്ട് എന്ന ഓപ്ഷനുണ്ട്. ഇപ്പോൾ നിങ്ങൾ എടുത്തേക്കുന്ന പ്രോഗ്രാം BCA MCA ന്യൂ അങ്ങനെ സംഭവങ്ങളൊക്കെയാണ് എടുത്തതെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, പ്രോഗ്രാമിൽ പോയിട്ട് BCA അല്ലെങ്കിൽ MCA ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾ എടുത്തേക്കുന്ന പ്രോഗ്രാം പണ്ടുള്ള പ്രോഗ്രാമാണ് കേട്ടത്. BDP BA BCom എന്നൊക്കെ പറഞ്ഞ സംഭവം അത് പഴയ പ്രോഗ്രാമാണ്. അതാണെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ പോയിട്ട് നമ്മളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി നിങ്ങൾ എടുത്തേക്കുന്ന പ്രോഗ്രാം CBCS പ്രോഗ്രാം, അതായത് ക്രെഡിറ്റ് ബേസ്ഡ് ചോയ്സ് സിസ്റ്റംസ് ഉണ്ട്. അതായത് എന്താ പറയുക, അതും കുറച്ച് മുന്നത്തെ പ്രോഗ്രാംസിലൊക്കെ വരുന്നുണ്ട്. ഇതിന് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഹോണേഴ്സ് പ്രോഗ്രാം ഒക്കെ ഇല്ലേ, അതൊക്കെ ഈ ക്രെഡിറ്റ് ബേസ്ഡ് ചോയ്സ് സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ അതും വരുന്നുണ്ട്. അത് 3 ഇയർ പ്രോഗ്രാം ഇല്ലേ, അതായത് ഹോണേഴ്സ് പ്രോഗ്രാം, അതാണ് ഇതിനകത്ത് വരുന്നത്. അത് എടുക്കണമെങ്കിൽ ഇതിനകത്ത് കൊടുക്കാം. ഇനി ഇതൊന്നുമല്ല, ഇതല്ലാത്ത വേറെ പ്രോഗ്രാം, ഇപ്പോൾ MBA MCom അപ്പോൾ അങ്ങനത്തെ ഒക്കെ പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ ഇവിടെ അതേഴ്സ് പ്രോഗ്രാം ഉണ്ട്, അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇഷ്ടം പോലെ പ്രോഗ്രാംസ് ഇഗ്നോയ്ക്കകത്ത് വരുന്നുണ്ട്. അത് നോക്കിയിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ എൻറോൾ നമ്പർ കൊടുക്കുക, സെർച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗ്രേഡ് കാർഡ് വരും കേട്ടോ. അപ്പോൾ ഈ ഗ്രേഡ് കാർഡിനകത്ത് ഇങ്ങനെ അസൈൻമെൻറ്റ് 1 ലാബ് 1 2 3 4 അങ്ങനെ പിന്നെ ടേം ആൻഡ് തിയറി എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടാവും. പിന്നെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ സബ്ജക്റ്റും ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണിക്കും. അപ്പോൾ ഈ അസൈൻമെൻറ്റ് അവിടെ നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതി കിട്ടിയ മാർക്കാണ് അവിടെ കാണുന്നത്. അപ്പോൾ മാർക്കിംഗ് സിസ്റ്റം ആണെങ്കിൽ അത്, ഗ്രേഡിംഗ് സിസ്റ്റം ആണെങ്കിൽ അത് കാണും. പിന്നെ വരുന്നത് നിങ്ങൾ എഴുതിയെടുത്ത മാർക്ക് ഉണ്ടാവില്ല, അത് ടേം ആൻഡ് തിയറിയുടെ അവിടെ ഉണ്ടാവും. അതുപോലെ അസൈൻമെൻറ്റ് മാർക്കും തിയറിയുടെ മാർക്കും. ഇനി ലാബോ പ്രാക്ടിക്കലൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് ഇവിടെ ലാബ് 1 2 3 ഒക്കെ ഇല്ലേ, അവിടെ വരും കേട്ടോ. അവിടെ വന്നിട്ട് അതെല്ലാം കൂടി കിട്ടുന്ന സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ പാസിംഗ് മാർക്ക് നോക്കുക. നിങ്ങൾ തിയറിയിൽ പാസ്സായിട്ടുണ്ടോ, ഓക്കെ, അവിടെ ആ തിയറിയുടെ മാർക്ക് കാണിക്കും. അതുപോലെ നിങ്ങൾ അസൈൻമെൻറ്റിൽ പാസ്സായിട്ടുണ്ടോ അത് കാണിക്കും. അതുപോലെ അഗ്രിഗേറ്റ് ഓക്കെ ആണെങ്കിൽ സ്റ്റാറ്റസിന് അവിടെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇപ്പോൾ ഇവിടെ നോട്ട് കംപ്ലീറ്റഡ് എന്ന് എഴുതിയിരിക്കുന്ന 3ാമത്തെ പോയിന്റ് നോക്കാം. അവർക്ക് അസൈൻമെൻറ്റിൽ C ഉണ്ട്, പക്ഷേ എഴുതി കിട്ടിയതിൽ E ഉള്ളൂ. അതിനർത്ഥം അവർ അസൈൻമെൻറ്റിൽ പാസ്സാണ്, പക്ഷേ ടേം ആൻഡ് തിയറിയിൽ E ആയതുകൊണ്ട് അതിൽ ഫെയിലായി. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഗ്രേഡ് കാർഡിൽ എന്തായി, നോട്ട് കംപ്ലീറ്റഡ് എന്നായി കാണിച്ചു. അപ്പോൾ നമ്മൾ അസൈൻമെൻറ്റിലും പാസ്സാവണം, ടേം ആൻഡ് തിയറിയിലും പാസ്സാവണം. അപ്പോൾ ഫൈനൽ ഗ്രേഡ് കാർഡിൽ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി അടുത്തൊരു സിറ്റുവേഷൻ പറയാം. ഇവിടെ ആളുടെ അസൈൻമെൻറ്റ് മാർക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, പക്ഷേ തിയറി ആൾ എഴുതിയിട്ടില്ല, ആബ്സെൻ്റ് ആയിരുന്നു തോന്നുന്നു. അപ്പോഴും ആൾക്ക് എന്ത് കാണിക്കും, നോട്ട് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇനി നോട്ട് കംപ്ലീറ്റഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. ഇവിടെ അതായത് ലാസ്റ്റ് നോക്കൂ, നിങ്ങൾ അസൈൻമെൻറ്റ് മാർക്ക് വന്നിട്ടില്ല, പക്ഷേ തിയറിയിൽ ആളെന്താണ് പാസ്സാണ്, ആൾക്ക് C കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഫൈനൽ ഗ്രേഡ് കാർഡിൽ എന്താണ്, നോട്ട് കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ എന്താ, അയാളുടെ അവിടെ അസൈൻമെൻറ്റ് അപ്ഡേറ്റ് ആയിട്ടില്ല. ചിലപ്പോൾ അസൈൻമെൻറ്റ് വെച്ചിട്ടുണ്ടാവില്ല, പക്ഷേ വെച്ചിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ മാർക്ക് വന്നിട്ടുണ്ടാവില്ല. എന്തോ ഇവിടെ അസൈൻമെൻറ്റ് മാർക്ക് വരാത്തതുകൊണ്ടാണ് ആൾ എന്ത് ചെയ്തത്, നോട്ട് കംപ്ലീറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ പല സിറ്റുവേഷനിൽ ഇവിടെ കംപ്ലീറ്റഡ് ആവും, നോട്ട് കംപ്ലീറ്റഡ് ആവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ അസൈൻമെൻറ്റ് സ്റ്റാറ്റസ് നോക്കുന്നതും മാർക്ക് നോക്കുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എന്ത് വീഡിയോ ഉണ്ടോ എന്ന് കമൻറ്റ് ചെയ്തോളൂ. തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ ചെയ്യും കേട്ടോ. ഓക്കെ, ബൈ.